ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഉത്രാടത്തിൻ്റെ തലേന്ന് മുതൽ തിരുവോണത്തിൻ്റെ വൈകുന്നേരം വരെയുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഞാനിത് എവിടേക്കാണ് ഒരു ഓട്ടോയിൽ കയറി ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അമ്മ ഓട്ടോ വിളിച്ച് തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വടക്കഞ്ചേരിയിലോട്ടാണ് പോകുന്ന വഴിക്ക് ടൗണൊക്കെ നോക്കുമ്പോൾ ഗൈസ് പൂക്കളും പിന്നെ ആളുകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബഹളമായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ആളുകളെന്ന് കേട്ടോ. അങ്ങനെ പോകെ ഭയങ്കര തിരക്കായിരുന്നു. ഓണത്തലേന്നൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല തിരക്കുണ്ടാവില്ലേ ഗൈസ്. അങ്ങനെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തനിച്ചാണോ ഇനി ഷോപ്പിങ്ങിന് പോകുന്നത്? ഒരിക്കലല്ല, കുഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണി സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവളെ തിരക്കാണ് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വിളിക്കുകയും ചെയ്തു. അവിടെ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് കേട്ടോ. നല്ല തിരക്കുണ്ടാകുന്ന ഇടയിലൊക്കെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ കുഞ്ഞുണ്ണി ഞാനും കൂടെ കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ വേഗം പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പച്ചക്കറിയൊക്കെ തീർന്നെന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പച്ചക്കറി ഉണ്ട്, അവിടെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഓൾറെഡി ലിസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. അത്യാവശ്യം കുറച്ച് അവിടെ നിന്ന് കിട്ടാവുന്ന പച്ചക്കറിയൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ആ പച്ചക്കറിയൊക്കെ കൊണ്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ട് മാർജിൻ ഫ്രീയിലാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. മെയിനായി ഗ്രീൻ പീസ്, പയർ, പരിപ്പ്, അങ്ങനെയുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എടുത്തിരുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ച് പിന്നെ കുഞ്ഞുണ്ണി പപ്പടത്തിൻ്റെ എണ്ണമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പായസം വെക്കാനുള്ള സാധനങ്ങൾ അത്യാവശ്യം അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം പോയി ബില്ല് ചെയ്തു കേട്ടോ. ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് 2-3 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേന്ത്രപ്പഴം, അങ്ങനെയുള്ള ശർക്കര വരട്ടി, അതൊക്കെ. അപ്പോൾ ഞങ്ങൾ വേറൊരു കടയിൽ പോയിട്ടാണ് അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുഞ്ഞുണ്ണി അതിൻ്റെ റേറ്റും അതെങ്ങനെയാണ് ഗ്രാമൊക്കെ നോക്കിയിട്ട് അതെടുത്തു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ രണ്ടും ഓരോ പാക്കറ്റ് വീതം അതും വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഴം അവിടെ 2 കിലോ 100 എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 കിലോ പഴമൊക്കെ മേടിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ദിവസം മേടിച്ച സാധനങ്ങൾ കേട്ടോ. ഇതല്ലാണ്ട് അച്ഛനും പോയി ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം, എൻ്റെ മുഖം ഒന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഗൈസ് ഒക്കെ ഉണ്ട്. രാത്രിയായി, ഒരുപാട് ലേറ്റായി. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന ഓട്ടോ തന്നെ നമ്മൾ കുഞ്ഞുൻ്റെ അടുത്ത് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു വേഗം വിളിച്ച് ആ ഓട്ടോ ചേട്ടനെ തന്നെ വിളിച്ചിട്ട് ഞങ്ങളിതാ പിന്നെയും രാത്രി അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്ക് കാരണം തന്നെ ചേട്ടൻ ഏതൊക്കെയോ ഊടുവഴികളിലൂടെയൊക്കെയാണ് പോയത്. ഇത് കണ്ടില്ലേ ഗൈസ്, നല്ല തിരക്കായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ് ഇത്. ചെറുപുഷ്പം സ്കൂളാണ് ഞാൻ പഠിച്ചത്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ പോകുന്ന വഴി, അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പൂക്കച്ചവടക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉത്രാടത്തിന് പൂക്കളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിരുവോണത്തിന് മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഉത്രാടത്തിന് നമ്മൾ വീട്ടിലുണ്ടാകുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഉത്രാട ദിവസം രാവിലെയാണ് കേട്ടോ. ഇതാണ് ഉത്രാടത്തിൻ്റെ രാവിലെ. അത് തലേന്നായിരുന്നു നമ്മൾ പർച്ചേസിങ് പോയത്. അപ്പോൾ ഇതാണ് ഉത്രാടത്തിന് നമ്മൾ വീട്ടിൽ കിട്ടുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് കുഞ്ഞുണ്ണി അടിപൊളിയായിട്ട് പൂക്കളിട്ടുണ്ടായിരുന്നു. അവൾക്ക് പറ്റുന്ന ഡിസൈനൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന പൂക്കൾ വെച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തു, പൂക്കളം ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എന്തൊരു വിറ്റെന്ന് വെച്ചാൽ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പൂവൊക്കെ ഉണ്ടല്ലോ, ഈ ടൈലുമേന്ന് പറഞ്ഞു വരാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ തന്നത് പുഴുങ്ങിയ പഴവും ചായയുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് കഴിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയെന്ന്. ഒരിക്കലും ഇല്ല ഗൈസ്. ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ദോശയും ചമ്മന്തിയായിരുന്നു. ഞാൻ ചമ്മന്തി ഉണ്ടാക്കി, കുഞ്ഞു ദോശ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ വൈകുന്നേരം കിടന്നുറങ്ങി ഉച്ചയ്ക്കിലൊക്കെ ഫുഡ് കഴിച്ച് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം 5:30 ആയി കേട്ടോ. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു ചായ വേണം എന്ന്. അപ്പോൾ ഞാൻ വേഗം പോയി ചായ വെച്ചു. ഞാൻ ഉറക്കപ്പിച്ചെന്ന് എണീച്ചെന്ന പോലെ തന്നെ ഇരിക്കും. നിങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ വേഗം പോയി നോക്കിയപ്പോൾ അച്ഛൻ പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും അവർ പോയി ഒരുപാട് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കണ്ടില്ലായിരുന്നു ഗൈസ്. ഇത് 24 മണിക്കൂർ ഉറങ്ങുന്ന ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ കാണുകയല്ലേ. പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇരുന്ന് പൂവൊക്കെ പിച്ചി ശരിയാക്കി വെക്കുന്നു. സത്യത്തിൽ ഉണ്ണിക്കുട്ടനാണ് കേട്ടത് ഫുള്ളായിട്ട് ശരിയാക്കിയത്. അമ്മ ഉണ്ടായിരുന്നു കൂടെ. വലിയ വലിയ പൂക്കളും പിന്നെ ഇങ്ങനെ വെള്ള പൂക്കളൊക്കെ ഉണ്ണിക്കുട്ടൻ നല്ല വൃത്തിയിൽ പിച്ചുണ്ടായിരുന്നു. അവന് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗൈസ്. എന്ത് ചെയ്യാനും അത്യാവശ്യം നന്നായി ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. ഉണ്ണിക്കുട്ടൻ നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ അവിടേക്ക് അവിടെ അടിച്ച് വൃത്തിയാക്കിയത് ഉണ്ണിക്കുട്ടനായിരുന്നു. ഇത് നമ്മുടെ തിരുവോണം ദിവസം രാവിലെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ്
ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുഞ്ഞുണ്ണി ഇതാ ഇവിടെ പൂക്കളം സെറ്റാക്കുകയാണ്, ഡിസൈൻ വരയ്ക്കുന്നത്. ടൈലിൽ നമ്മൾ ചോക്ക് കൊണ്ട് എത്ര വരച്ചിട്ടും തെളിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന പൂക്കളും പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് അമ്മ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും പൂ പൊട്ടിക്കാൻ പോകാറില്ല, അമ്മ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. ചെറുപ്പത്തൊക്കെ നമ്മൾ തന്നെ പൊട്ടിക്കാറ്. വലുതായപ്പോൾ ഗൈസ് എന്ത് പറയാനാണ്, മടി പിടിച്ചു. പിന്നെ എണീക്കുമ്പോഴത്തേനും പൂവൊന്നും കിട്ടാറുമില്ല. എല്ലാവരും അയൽവക്കത്തുള്ളവരെല്ലാം വന്ന് പൊട്ടിച്ചിട്ട് പോകും. പക്ഷേ അമ്മ രാവിലെ തന്നെ പോയി പൂവൊക്കെ പൊട്ടിച്ച് തന്നതും ഒക്കെ കൂടി നമ്മൾ അടിപൊളി ഒരു പൂക്കളം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു പച്ച ഇടേണ്ടതായിരുന്നു, പക്ഷെ അവൾ മഞ്ഞ കൊണ്ടുപോയിട്ടു. ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ പൂക്കളം ഫൈനലായി നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം കുഞ്ഞുണ്ണി ഒറ്റയ്ക്ക് ചെയ്തതാണ് കേട്ടോ. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാനേ പോയില്ല. ഞാൻ അവളത്ത് പറഞ്ഞ കാര്യം, ഞാൻ ഒന്ന് വീഡിയോ എടുക്കാം കുഞ്ഞു, നീ ഒന്ന് ഇട്ടോളൂ അങ്ങനെ പറഞ്ഞു. പിന്നെ അവൾ ചീത്തയെന്ന് വിളിക്കാണ്ട് അവൾ അടിപൊളിയായിട്ട് അവൾക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ 10 മണിയായപ്പോഴേക്കും തിരുവോണത്തിന് സദ്യ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ച് ആദ്യം ദൈവത്തിന് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഇലയിൽ വിളമ്പി വെച്ചു വിട്ടു, ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എല്ലാ കറികളും ഒരു ഇലയിൽ കുറച്ച് ഇട്ടിട്ട് അങ്ങനെ ഒരു സങ്കല്പം, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ അത് ഫുള്ളായിട്ടും വിളമ്പി വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മളൊക്കെ കഴിക്കാനിരുന്നത്. ഇതാണ് എൻ്റെ ഇല ഗൈസ്, ഞാൻ വലിയ ഇല നോക്കിയെടുത്തു. അപ്പോൾ ആദ്യം അമ്മ എനിക്ക് കൊണ്ടുവച്ചത് ഇഞ്ചമ്പുളിയാണ്. ഇതെല്ലാം വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ്, ഒന്നും പുറത്തൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ മാങ്ങച്ചാറിട്ടു. പിന്നെ അമ്മ എന്തായിട്ടത് പഴം വെച്ചു കേട്ടോ, അത് പുഴുങ്ങിയ പഴം, പിന്നെ പപ്പടം, പിന്നെ ശർക്കര ഉപ്പേരിയും മറ്റേ ഇതൊക്കെ ഇല്ലേ ചിപ്സൊക്കെ, പിന്നെ പൂവമ്പഴവും കൂടെ വെച്ചു. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട് പച്ചടി, പിന്നെ വെള്ളരിക്ക പച്ചടി, പൈനാപ്പിൾ പച്ചടി, ഇത് 3 കുഞ്ഞുണ്ണി ഉണ്ടാക്കിയതാണ്. കാളൻ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പയറുപ്പേരി, പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഗൈസ്, ഇതെന്താണെന്ന് വെച്ചാൽ മസാലക്കറി. ഇത് അമ്മൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മസാലക്കറി. പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു, അവിയൽ, ഇത്രയാണ് നമ്മുടെ കറികൾ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനം ചോറും പിന്നെ വറുത്തരച്ച നല്ല അടിപൊളി സാമ്പാറും. അമ്മമാരുടെ സാമ്പാറില്ലേ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. അതിന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കഷ്ണമൊന്നും വേണ്ട, ചാറ് മാത്രം മതി. അച്ഛനുണ്ട് നമുക്ക് സാമ്പാർ ഒഴിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള സദ്യയാണ് കേട്ടോ ഒന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് തിരുവോണത്തിന്. അടിപൊളിയായിട്ട് ആ സദ്യ ഫുള്ളും കഴിച്ചു. കുറച്ചെന്തൊക്കെ മിച്ചം വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ കഴിച്ചു. പിന്നെ പപ്പടമൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ പാലട പ്രഥമനാണ് ഉണ്ടാക്കിയത്. അടപ്രഥമനല്ല, പാലടയായിരുന്നു. അപ്പോൾ അതും കുറച്ചങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഇതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് ആ ഇല ഫുള്ളും ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും എൻ്റെ ഗൈസ് എനിക്ക് മൊത്തത്തിൽ എന്താ പറയുക, ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയായിട്ടോ. ഞാൻ കണ്ടല്ലേ എന്താ പറയുക, മപ്പ് പിടിച്ചങ്ങോട്ട് ക്ഷീണം, എനിക്ക് വയറൊക്കെ പൊട്ടിപ്പോന്ന് തോന്നി. വയററിഞ്ഞ് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ അവസ്ഥ വരികയെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഉറക്കമുറങ്ങിയിട്ട് പിന്നെ ഒരു 5:30-6 മണി വിളക്ക് വെച്ച ശേഷമാണ് കേട്ടോ കണ്ടോ ഭസ്മൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നോക്കുമ്പോൾ അച്ഛനും ഹാച്ചി പെട്ടെന്ന് സ്റ്റെപ്പിൽ കാണും. അപ്പോൾ ഇവരെന്താ അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോയതായിരുന്നു. അവളെന്നെ കടിക്കാനൊക്കെ വന്നു, അത് ക്യാമറ ജസ്റ്റ് ഒന്ന് ഇളകിയത്. അപ്പോൾ ഉണ്ണിക്കുട്ടനും ഹാച്ചിയും നോക്കിയപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടൻ എന്താ ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്, കാരണം കുറേ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അവൻ അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവനും വന്ന് ഹായ് എന്നൊക്കെ കാണിച്ചു. ഹാച്ചിക്ക് നമ്മൾ തേങ്ങയാണ് കൊടുത്തത്. ഉണ്ണിക്കുട്ടൻ അമ്മ കാണാണ്ട് ബോളില്ലേ നമ്മൾ കളിക്കുന്ന ബോൾ എടുത്തുകൊണ്ടെന്ന് കൊടുത്തു അത്രേ. അത് ഹാച്ചി ഒരു കടി, അത് പൊട്ടി. അത് തന്നെ ഉണ്ണിക്കുട്ടൻ മോളിൽ തന്നെ നിൽക്കണം, താഴേക്ക് ഇറങ്ങിയാൽ പേടിയാണ്, അമ്മ ചീത്ത പറഞ്ഞാലോ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അച്ഛനും ഹാച്ചിയും തമ്മിൽ നല്ല കളിയാണ്. അവൾക്ക് അച്ഛൻ വന്നാൽ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് ഞങ്ങൾ എപ്പോഴും പറയും കേട്ടോ. അവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. അവൾ ശരിക്കും അച്ഛനൊരു മകളെ പോലെയാണ്, സത്യത്തിൽ അതാണ് സത്യം. ഇതുകൊണ്ടില്ലേ കളിക്കുന്നത് എല്ലാം കൂടെ കളിച്ച് തിമിർത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഓണവിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ ഓണം അടിച്ച് പൊളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഓണവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. സപ്പോർട്ട് ചെയ്യണം, ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ബൈ ഗായ്സ്.